ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടിലെ ഈ പ്രതികൾ കുറ്റം സമ്മതിച്ചു എന്ന് വാർത്ത വരുന്നുണ്ടല്ലോ. 25-ലും അധികം വിദ്യാർത്ഥികൾക്ക് ഈ പേപ്പർ ചോർത്തി കൊടുത്തു എന്ന കുറ്റം സമ്മതിച്ചു എന്ന് വാർത്തകൾ വരുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഈ പ്രതികൾ കുറ്റം സമ്മതിച്ചു. അവർ നൽകിയിട്ടുള്ള മൊഴികളിലാണ് തങ്ങൾ ചെയ്ത കുറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ അവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അതിനെ CBI ഒരു സംശയത്തിന്റെ ദൃഷ്ടിയോടുകൂടിയാണ് കാണുന്നത്. കാരണം ഈ അന്വേഷണത്തിന്റെ വ്യാപ്തി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള കുറ്റങ്ങളെല്ലാം തങ്ങൾ ചെയ്തു എന്ന് ഇപ്പോൾ പറയുകയും വിചാരണ ഘട്ടത്തിൽ അതിൽ നിന്ന് മാറ്റി പറയുകയും ചെയ്യുക എന്ന തന്ത്രമാണോ പ്രതികളുടേത് എന്നത് ആണ് CBI ഇപ്പോൾ പരിശോധിക്കുന്നത്. ഈ പ്രതികൾ പറഞ്ഞതനുസരിച്ച് 25ഓളം പേർക്ക് തങ്ങൾ ചോദ്യപേപ്പർ ചോർത്തി നൽകി എന്നുള്ളതാണ്. മാത്രമല്ല അശുതോഷ് എന്ന് പറയുന്ന പ്രതിയുടെ വീട്ടിൽ ഈ കുട്ടികളെ താമസിപ്പിച്ച് ചോദ്യപേപ്പർ അവർക്ക് നൽകി അവരെ പഠിപ്പിച്ചു എന്നതടക്കമുള്ള മൊഴികളും ഉണ്ട്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏതാണ്ട് രാജ്യത്താകെ നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് 6 FIRകളാണ് CBI രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 3 എണ്ണം ഏറ്റവും കൂടുതൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രാജസ്ഥാനിലാണ്. അതുകൂടാതെ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും അടക്കമാണ് ഈ FIRകൾ, ബീഹാറിലും അടക്കമാണ് ഈ FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കുമെന്നും കൂടുതൽ പേരെ ഈ സംഭവത്തിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുമാണ് CBIയുടെ ഇപ്പോഴത്തെ നിലപാട്. ഓക്കെ, താങ്ക് യു. രാധാകൃഷ്ണൻ ബാബു മംഗലത്ത് യൂട്യൂബിൽ ചോദിക്കുന്നു, ഈ മധു കൊട്ടാരക്കര എന്ന് പറയുന്നത് നമ്മുടെ കൊട്ടാരക്കര തന്നെയാണ്? ശരിക്കും നമ്മുടെ കൊട്ടാരക്കര തന്നെയാണ്. അവിടെ കൊട്ടാരക്കര കിങ്സ് എന്ന് പറയുന്നൊരു പാരലൽ കോളേജ് ഉണ്ടായിരുന്നു. പണ്ട് വളരെ ശക്തിയുള്ള പാരലൽ കോളേജായിരുന്നു. രാജൻ സാർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും പ്രശസ്തനായ അധ്യാപകനുമായിരുന്നു. അത് ഇപ്പോഴും കൊട്ടാരക്കരയിലുണ്ട്. മാത്രമല്ല അവിടെ ശാന്തി എന്ന് പറയുന്ന തിയേറ്ററിൽ മാറ്റിനി ഷോയ്ക്ക് കുട്ടികൾ മുങ്ങി കയറിയാൽ അവിടെ ടോർച്ചുമായിട്ട് പോയി ഓരോ സ്ഥലത്തും ഇങ്ങനെ അടിച്ചു നോക്കി കുട്ടികളെ തിരിച്ചു പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു അധ്യാപകൻ എന്നുള്ള ഖ്യാതി ഇദ്ദേഹത്തിന് മാത്രം കൊട്ടാരക്കര ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ മധു കൊട്ടാരക്കര. ഇപ്പോൾ അമേരിക്കയിലെ ന്യൂജേഴ്സിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അവിടെ 24ന്റെ പ്രതിനിധിയാണ്. ഇത്രയും വിവരങ്ങൾ മതിയല്ലോ. വിവാഹിതനാണ് താനും.